റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോട്ടയം നീണ്ടൂർ പഞ്ചായത്തിൽ നെൽ സബ്സിഡിയിൽ തട്ടിപ്പ്. കൃഷി ചെയ്യാത്ത ഭൂമിക്കും സബ്സിഡി ഇനത്തിൽ നെൽവിത്ത് വാങ്ങി പാടശേഖര സമിതി മറിച്ചുവിറ്റു. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം. 260 ഏക്കർ പാടത്തിന്റെ വിത്ത് വാങ്ങിയിട്ട് 83 ഏക്കർ മാത്രമാണ് കൃഷി ചെയ്തതെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസത്തെ പഞ്ചായത്ത് യോഗം കൃഷി ഓഫീസറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. പാടശേഖര സമിതിയെ കൊണ്ട് പണം തിരിച്ചടപ്പിക്കാമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. 260 ഏക്കർ വിസ്തീർണമുള്ളൊരു പാടശേഖരം അവർ അത്രയും പാടം കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെല്ല് വിത്ത് മേടിക്കുകയും അതിൽ 83 ഏക്കർ മാത്രം കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിലോ നെല്ലാണ് പോകുന്നറിയോ? അപ്പോൾ അതാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതിനെ പ്രയോജനപ്പെടുത്താൻ സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കുന്നത് മറിച്ചു വിൽക്കുകയാണ് ചെയ്തത്. അവർ മറിച്ചു വിറ്റു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിപ്പോൾ അടുത്ത കമ്മിറ്റിക്കകത്ത് കൃഷി ഓഫീസർ മറിച്ചു വിറ്റ് ഈ സംഭവം നടന്നു എന്നുള്ള കാര്യം കൃഷി ഓഫീസർ പഞ്ചായത്ത് കമ്മിറ്റി വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി നടപടിയിലോട്ടും കൂടെ പോകണം. നമ്മുടെ ആവശ്യം എന്താണ്? വിശദമായ അന്വേഷണം വേണം. വിശദമായ അന്വേഷണം വേണം. കാരണം ഈ പഞ്ചായത്തിൽ പല പാടശേഖരങ്ങളുണ്ട്. 49 പാടശേഖരങ്ങളുണ്ട്. ഇതിൽ പല പാടങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്, ചെയ്യാത്തതുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്ന പാടങ്ങൾക്കെല്ലാം നമ്മൾ ഈ വിത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ ഏതെങ്കിലും പാടക്കാർ ഇത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ഈ തട്ടിപ്പ് എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഇതിപ്പോൾ കൃഷി ചെയ്യാത്ത ഭൂമിക്കും സബ്സിഡി ഇനത്തിൽ നെൽവിത്ത് വാങ്ങി പാടശേഖര സമിതി മറിച്ചു വിൽക്കുകയും ചെയ്തു എന്നല്ലേ? അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് എന്തായാലും LDF അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് 260 ഏക്കറോളം വരുന്ന പാടശേഖരമാണ് അവർക്ക് നെൽവിത്ത്, അതായത് 260 ഏക്കറിന് വേണ്ട നെൽവിത്ത് അവർ വാങ്ങുകയും ചെയ്തു. ഒരു ഏക്കറിന് 40 കിലോ നെല്ല് എന്നുള്ളതാണ് കണക്ക്. അത്തരത്തിൽ 260 ഏക്കറിന് വേണ്ട നെല്ല് മേടിച്ചു. പക്ഷേ അവർ കൃഷി ചെയ്ത് 83 ഏക്കറിൽ മാത്രമാണ്. ഇത്തരത്തിൽ ഇത് കണ്ടെത്തുകയും ഈ വിഷയം ഇത്തരത്തിൽ കൃഷി ഓഫീസർ വിളിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ബാക്കിയുള്ള നെൽത്ത്, അതായത് 83 ഏക്കർ തുടർന്നുള്ള ബാക്കിയുള്ള നെറ്റ് മറിച്ചു വിറ്റു എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ പൈസ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പണം തിരിച്ചു പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു നിയമ നടപടി വേണം എന്നുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ, അതായത് വർഷങ്ങളായി ഈ നീണ്ടൂർ പഞ്ചായത്ത് ഇത്തരത്തിൽ സബ്സിഡി നൽകുന്നുണ്ട്. അതായത് 1 കിലോ നെല്ലിന് 40 രൂപ അല്ലെങ്കിൽ 1 കിലോയ്ക്ക് 40 രൂപയാണ് വില. അതിൽ 31 രൂപയും സബ്സിഡിയായി ഇത്തരത്തിൽ പഞ്ചായത്ത് നൽകുന്നുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു പഞ്ചായത്തിന്റെ. അതായത് വർഷങ്ങളായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സമഗ്രമായ വിജിലൻസ് അന്വേഷണം തന്നെ വേണം. ഈ പാടശേഖര സമിതികൾ ഇത്തരത്തിൽ മുൻകാലങ്ങളിലും ചെയ്തിട്ടുണ്ടോ? ഈ ഒരു പാടശേഖര സമിതി അല്ലാതെ മറ്റേതെങ്കിലും പാടശേഖര സമിതികൾക്കും സമാനമായ രീതിയിൽ തട്ടിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതിനോട് സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. പഞ്ചായത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. എന്തായാലും അടുത്ത യോഗത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യാനും വിശദമായി പഠിച്ച ശേഷം ഒരു പരാതി വിജിലൻസിന് നൽകാനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മെമ്പർമാർ പറയുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ കാരണം ലക്ഷങ്ങളുടെ തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ടെന്നാണ്. അതായത് 40 രൂപയിൽ 31 രൂപയും സബ്സിഡിയായി നൽകുമ്പോൾ 9 രൂപ മാത്രമാണ് കർഷകർക്ക് വേണ്ടി ചെലവ് അല്ലെങ്കിൽ നെൽവിത്തിനായി നൽകേണ്ടി വരുന്നത്. അങ്ങനെ ഈ ഒരു ഏക്കറിന് 40 കിലോയോളം വാങ്ങുകയും ചെയ്യുമ്പോൾ വലിയ തുക അല്ലെങ്കിൽ വലിയൊരു തുകയിൽ ലക്ഷങ്ങളുടെ തുക ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിൽ മറച്ചു വിറ്റ് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ആക്ഷേപം ഇവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമഗ്രമായ അന്വേഷണം വേണം, വിജിലൻസ് അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം LDF ആവശ്യപ്പെടുന്നത്. ശരി, അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.